അങ്ങനെ ആ ദിവസം വന്നെത്താനായി 3-2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കുറേ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ പാക്ക് ചെയ്യേണ്ടതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പ്ലസ് ഓരോ ദിവസം എന്തൊക്കെ പണികൾ എടുക്കേണ്ടതെന്നുള്ളത്. അപ്പം ഇന്ന് എനിക്ക് ഡേ 1 ചെയ്യാനുള്ള പണികൾ പെട്ടികൾ ഇറക്കുക, പ്ലസ് അയൺ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെക്കുക, ഡ്രസ്സ് സെലക്ട് ചെയ്യുക. ഇത് 3ആണ് ചെയ്യാനുള്ളത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പെട്ടികൾ ഇറക്കി വെച്ചു. ഇവിടെയാണ് ഞങ്ങൾ പെട്ടികൾ വെക്കൽ. ഇതിൻ്റെ ഉള്ളിലും വേറെ പെട്ടികളായിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് റൂമിൽ കൊണ്ടുപോയിട്ടാണ് ഇതെല്ലാം കൊണ്ടുപോയി വെക്കുന്നത്. കാരണം ഈ റൂമിൽ ഞങ്ങൾ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും. അങ്ങനെ എൻ്റെ കവാട ഞാൻ തുറന്നു. ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ മാക്സി ഡ്രസ്സ്, അതേപോലെ അത്യാവശ്യം പുറത്തേക്ക് ഇടാനുള്ള ഡ്രസ്സുകളും അബായകളും വെക്കൽ. ഇതിൽ നിന്ന് ഞാൻ ആകെ 5-6 ഡ്രസ്സ് എടുക്കുന്നു. 5-6 ഡ്രസ്സല്ലേ, 2-3 ഡ്രസ്സ് എടുക്കുന്നുള്ളൂ. കാരണം ഞങ്ങൾ നാട്ടിൽ കുറച്ച് ദിവസമേ ഉള്ളൂ, ഒരു 1 വീക്ക് മാക്സിമം ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനേക്ക് പറ്റിയ അത്രയ്ക്കും ഡ്രസ്സ് മതി. അതിൽ അധിക ദിവസം പുറത്ത് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ കല്യാണത്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൽ എയർപോർട്ടിൽ ഇടാനുള്ളതും പോകുമ്പോഴും വരുമ്പോഴും ഇടാനുള്ളതും പ്ലസ് അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സാണ് എടുക്കുന്നത്. അതിലും ഞാൻ അധികം മാക്സി ഡ്രസ്സാണ് എടുക്കുന്നത്. കാരണം ജീൻസൊന്നും ഏറ്റി കൊണ്ടുപോകണില്ല, ലഗേജ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇവിടെയാണ് എൻ്റെ സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകൾ വെക്കുന്നു. അതും ഇതിൽ നിന്നും ഞാൻ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് 3-4 ഡ്രസ്സ് എടുക്കുന്നുണ്ട്. ഞാനൊരു ഓവർ പാക്കഡിൻ്റെ ആളാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എഴുതി കൃത്യമായി എത്രണ്ണം കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ എഴുതി വെച്ചുകൊണ്ട് തന്നെ അതിനനുസരിച്ച് കണക്കാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ അയൺ ചെയ്യാൻ നിൽക്കുകയാണ്. ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. ഇത് സ്റ്റീമറാണ്. എൻ്റെ ഡ്രസ്സുകൾ 2-3 ഡ്രസ്സ് മെയിനായിട്ട് കരിഞ്ഞു പോയത് അയൺ ബോക്സ് വെച്ചിട്ടാണ്. പക്ഷേ ഈ സ്റ്റീമർ ഉണ്ടായതുകൊണ്ട് നല്ല യൂസാണ് കേട്ടോ. പക്ഷേ ഞാൻ കോട്ടൺ ഡ്രസ്സുകൾ ഇപ്പോഴും ഇതിൽ തന്നെ അയൺ ബോക്സ് കൊണ്ട് തന്നെ ചെയ്യൽ. സ്റ്റീമറും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഈ നെറ്റ് പോലത്തെ ഡ്രസ്സിന്. അതുകൊണ്ട് ഞാൻ വേഗം അയൺ ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റ് ടാസ്കുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. എനിക്ക് അയണിങ് വലിയ ഇഷ്ടമില്ലാത്ത പണിയാണെങ്കിലും പക്ഷെ ഞാൻ അയൺ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. ഇങ്ങനെ ടി വി ഒക്കെ ഓണാക്കിയിട്ട് ഞാൻ മെല്ലെ എൻ്റെ അയണിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആകെ 3-4 ഡ്രസ്സേ അയൺ ചെയ്യാറുള്ളൂ. ബാക്കി പിന്നെ നാട്ടിൽ നിന്ന് എന്താ വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക്